ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ചെന്നൈക്ക്. അപ്പോൾ ഇന്നലെ നൈറ്റിൽ കയറിയതാണ്, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഉറങ്ങുന്ന സമയമായ കാരണം. അപ്പോൾ ഇന്ന് രാവിലെ പപ്പ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ എണീച്ചത്. ചെന്നൈ എത്തിക്കുന്ന സംഭവം അപ്പം വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നാൽ അപ്പം വെച്ച് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അല്ലൊക്കെ എണീച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. അവൻ വിൻഡോ സീറ്റിൻ്റെ അവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാണ്. ആദ്യമായിട്ട് ഇത്ര ലോങ് ട്രിപ്പ് ആവാൻ പോണത് ഞാൻ. അപ്പം നിങ്ങൾക്ക് ഈ വെക്കേഷനിൽ ചെന്നൈ പോയതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അവന് ഭയങ്കര ത്രില്ലിലാണ് അവൻ ഇരിക്കുന്നത്. പക്ഷെ ചെന്നൈൻ്റെ എൻട്രി ഒന്നും കാണാൻ പറ്റില്ല. ചെന്നൈക്ക് എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ സത്യം പറഞ്ഞാൽ എണീച്ചത് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട്. അപ്പം ഞാനും അതിൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ ചെന്നൈൻ്റെ എത്തിയ ശേഷം ഞങ്ങൾ വീഡിയോ എടുത്തു. അതുകൊണ്ട് ഒരു കാര്യം വീഡിയോ എടുക്കാനും പറ്റിയില്ല, എൻട്രി കാണാനും പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് റൂം കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അല്ലു എൻ്റെ അനിയൻ കയറുന്ന കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി സൂ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിൽക്കുകയാണ്. നമ്മൾ സൂവിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 1.5-2 മണിക്കൂർ ആവൽ തുടങ്ങിയിരിക്കണം. ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്യൽ തുടങ്ങിയിട്ട്. കുറേ പേര് അവിടെ നിൽക്കേണ്ട, ഇനി കുറേ പേര് പോവുകയും ചെയ്ത് കുറേ പേരുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഇഷ്ടമായ ആൾക്കാർ ഇനിയും ഇരിക്കുന്നുണ്ട്. സൂം കാണാം. ഫോറസ്റ്റിൻ്റെ ഉള്ള എല്ലാ അനിമൽസും നമ്മൾ കാണും. അപ്പം ഇങ്ങനെ ഞാൻ കുറേ നേരം ചടച്ചിരുന്നു. അല്ലൂന് പിന്നൊക്കെ ഒരു ഫ്രീഡം ആയിരുന്നു. കമ്പീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി ചാടി അപ്പുറത്ത് കൂടെ നടക്കുക, അതൊക്കെയായിരുന്നു അവൻ്റെ പരിപാടി. അങ്ങനെ ഞങ്ങൾ വണ്ടി വന്ന് ഞങ്ങൾ കയറി. ഒരുപാട് സ്ഥലത്തൊന്നും നിർത്തൂല കേട്ടോ, ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് കണ്ടിട്ട്. അങ്ങനെ ചേച്ചി പറയുന്നുണ്ട് കയറി പോകേണ്ട സ്ഥലത്ത് എന്താണ് ഒരു 5 മിനിറ്റൊക്കെ നിൽക്കാൻ പറ്റില്ല. കുറേ ചേച്ചി പറഞ്ഞു എന്തൊക്കെ ഒന്നും മനസ്സിലായില്ല, തമിഴ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ കുറച്ചേച്ച് നിർത്തിയിട്ടാണ് ഈ ജീവനില്ലാത്ത എലിമെന്റ്സ്. അപ്പൊ നടക്കേണ്ടവർക്ക് നടക്കുക, സൈക്കിളിൽ പോണവർക്കും സൈക്കിളിൽ പോവാം. പക്ഷെ നടക്കുകയാണെങ്കിൽ നമുക്ക് എത്തൂല. അങ്ങനെയാണ് സൈക്കിളിൽ പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, സൈക്കിളിൽ പോവാന്ന്. പക്ഷെ പറ്റൂലല്ല കാരണം. അപ്പൊ ഓരോ സ്ഥലത്ത് കുറെ അനിമൽസ് ഉണ്ട് കേട്ടോ. എനിക്ക് ചിലതിന്റെ പേരൊന്നും അറിയില്ല, ചിലതിന്റെ പേരൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നും. നിങ്ങൾ ചെന്നൈ സൂം കണ്ടവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈക്ക് വരുന്നത്. ഇവിടെയുള്ള കാഴ്ചകളും സൂമൊക്കെ കാണുന്നത്. ഒരുപാട് അനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഇത് വെറൈറ്റി അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് അതിൻ്റെ എല്ലാ അനിമൽസിന്റെ പേര് അങ്ങനെ അറിയില്ല, ചിലത് അറിയാം. അങ്ങനെ പിന്നെ കുറെ സിമാൻസികള്, അങ്ങനെ കുറെ ഉണ്ടായിരുന്നു സിമാൻസികള്. പിന്നെ ഓരോരുത്തർ ആസ്വദിച്ച് നടന്ന് കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റും. ആ മരത്തിന്റെ മുകളിൽ വലിയ ചിമ്പാൻസിന്റെ ഞങ്ങൾ പറ്റണമായി സൂം ചെയ്ത്. പിന്നെ വണ്ടിയിലായ കാരണം അങ്ങനെ നമുക്ക് ഇറങ്ങി കാണാൻ പറ്റുന്നില്ല. നടന്നു പോകുന്നവർക്ക് ആണെങ്കിൽ നല്ല ഇതിൽ കാണാമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തു.
നമ്മുടെ നാട്ടിലെ വലിയ കോഴി ഇല്ലേ, അതിന് നമ്മൾ ചീനക്കോഴി എന്ന് പറയും. നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് കമന്റ് ചെയ്യാനായിട്ട്. നമ്മുടെ നാട്ടിൽ ചീനക്കോഴി എന്നൊക്കെ പറയും കേട്ടിട്ടുള്ളത്. പിന്നെ മാനാളുണ്ടായിരുന്നു, വലിയ കൊമ്പുള്ള കാട്ടുമാനുകളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കി പിന്നെ അതിന്റെ സ്പീഡ് വിടും. പിന്നെ ഞാൻ നടുവിലിരുന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. പിന്നെ ബൈക്ക് ഒരാളൊക്കെ ആണെങ്കിൽ ബൈക്കിലൊക്കെ പോവാം, അങ്ങനെയാണ്. പിന്നെ ടഗർ പിന്നെ നമ്മുടെ നാട്ടിൽ കുറെ മാനുകൾ വലിയ മാനുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാണാൻ പോയത് കുറച്ച് പിന്നെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടായിരുന്നു ഞങ്ങൾ കാണാൻ പോയത് സിംഹം. ഞങ്ങൾ പറ്റണമായി സൂം ചെയ്തേക്കാണ്. പിന്നെ ഞങ്ങൾ പോയ പാടുന്ന സിംഹം അവിടെ കിടന്നു. എല്ലാവരും വീഡിയോ എടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ സിംഹം കിടന്നു. ഒരുപാടല്ല, ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് കാരണം 5 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടുന്ന് ഇറങ്ങിയിരുന്നു. എന്നിട്ട് അവിടുന്ന് വേഗം. എന്നിട്ട് അല്ലൂനെ പിടിക്കേണ്ട പാട് പപ്പയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പപ്പി ഓനിരുന്ന് നന്ദിന്ന്, അതിന്റെ ബാക്കിൽ ഞാൻ നന്ദിന്ന്. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഒരുപാട് സിംഹമല്ല, ഒരുപാടല്ല, ഒറ്റൊരു സിംഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് നടക്കുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ. പിന്നെ നല്ലൊരു വണ്ടി കയ്യിൽ വെച്ചിരുന്നു. അദ്ദേഹത്തിലുള്ള ചുറ്റോറം മൊത്തം ഓടി കളിക്കുന്ന ആ വണ്ടിയായിട്ട്. അപ്പൊ പപ്പ വിളിച്ചപ്പോ വരില്ല. എന്നിട്ട് പപ്പ കയ്യും പിടിച്ചിട്ടുണ്ട് പോയി. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പിന്തു ഇറങ്ങി. പിന്നെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. പിന്നെ വലിയൊരു മാണ്ടായിരുന്നു ഒക്കെ കണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചിരിച്ചൊന്ന് വെറുതെ ചിരിച്ചാ. നല്ല കാറ്റുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ മുടിക്ക് നല്ല പാരി കളിക്കുന്നു കാറ്റുകൊണ്ട്. അല്ലൂരൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ. പക്ഷെ ചൂടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അറിയുള്ളൂ. നല്ല കാറ്റായിരുന്നു. അവനൊക്കെ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നടന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും വണ്ടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ നല്ല എൻജോയ്മെന്റ് ചെയ്തിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളെ വണ്ടിയുടെ ഡ്രൈവർ ചേച്ചി. എല്ലാത്തിനും പറ്റിയിട്ട് പറയുന്നുണ്ട്, ഞങ്ങളത് കേൾക്കണമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ പോയി യാത്ര ചെയ്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു വണ്ടിയിലിരുന്ന് യാത്ര. പിന്നെ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിട്ട് പിന്നെയും കാണാൻ വന്ന് കരടി. 2-3 കരടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും കരടികളൊക്കെ കുറെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ നേരെ ഇട്ടിട്ട് കരടികളെ കാണും ആദ്യമായിട്ടാണ്. അപ്പൊ ഞങ്ങൾ വീണ്ടും വണ്ടിക്കൊക്കെ കയറി. ഞാൻ ആദ്യം ഇതായിരുന്നു ഞങ്ങളെ വണ്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, വിൻഡോ സീറ്റിന്റെ അവിടെ ഇരുന്നു നേരെ. അപ്പൊ അമ്മേനെ നടുവിലിട്ട്, അമ്മ ഇത് ഇത്ര നേരം വീട്ടിൽ ഞാൻ അവിടെ നടുവിൽ നിർത്തി. പിന്നെ വെള്ളപ്പൊലി ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പറ്റുന്നമായി സൂം ചെയ്തിരുന്നു കേട്ടോ. അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അടുത്തേ പോയത് ഞങ്ങൾ പിന്നെ ഒരു പാമ്പുകളുടെ ഒരു ഗുഹയായിട്ടുള്ള കുറെ വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു. എല്ലാത്തിന്റെ പേരൊന്നും അങ്ങനെ അറിയില്ല. ആകെ അറിയുന്ന ഒരു ക്രോബ്രയാണ്, അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ മണ്ണിലും പിന്നെ വെള്ളത്തിൽ ജീവിക്കുന്നതും പിന്നെ കല്ലുമ്മലും കുറെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. കുഞ്ഞു പാമ്പുകള്, നല്ല രസമുള്ള നല്ല പിന്നെ വണ്ണക്കടി വലുതൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ പാമ്പുകളുടെ അതിന് അറിഞ്ഞതിന്റെ ശേഷം പിന്നെ മുതലകളിൽ നിന്ന് കണ്ടു കേട്ടോ. വണ്ടി കയറിയതിന് ശേഷമാണ് മുതലകളെ കുറെ കണ്ടിരുന്നു. ഇങ്ങനെ ഇത് ജീവനില്ലാത്ത കേട്ടോ, ചത്ത് കിടക്കുന്ന മുതലകളായിരുന്നു കണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് കാട്ടാനേനെ കേട്ടാ, കുട്ടികളും വലിയ ആന. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാട്ടാനകൾ ഇഷ്ടമായി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് ഇതിന്റെ പേരൊന്നും അറിയില്ല, ഇവിടുന്ന് സ്ലോ ആക്കിയിട്ടാണ് കണ്ട്. ഇതിന്റെ പേര് അറിയില്ലെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയില്ല ഇതിന്റെ കണ്ടിട്ട് തോന്നുന്നു പന്നിയൊക്കെയാണ്, എനിക്കറിയില്ല. ഈ കാട്ടുപന്നിയാണെന്നും അറിയില്ല. എന്താവട്ടാ, നമ്മൾ കണ്ടില്ല, അത് മതി. ഇത് പിന്നെ ഒട്ടക പക്ഷിയായിരുന്നു. അത് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ആണ് തോന്നുന്നു. പിന്നെ ഒട്ടക പക്ഷിനൊക്കെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ, ഒട്ടക പക്ഷി. പിന്നെ ഞങ്ങൾ കണ്ടത് വെച്ചാല് ജിറാഫിനെ കേട്ടോ. വലിയ ജിറാഫായിരുന്നു. ആ ജീവനുണ്ടോ ജീവനൊന്നുമില്ലെന്ന് കണ്ടില്ല, ദൂരത്തിൽ നിന്നായിരുന്നു, ഞങ്ങൾ വണ്ടിയിൽ നിന്ന് തന്നെ ആയിരുന്നു കണ്ടത്. അങ്ങനെ ജിറാഫ് ആയിരുന്നു ലാസ്റ്റ് കാഴ്ച. അത് കഴിഞ്ഞ് അതന്നെ ഉള്ളായിരുന്നു. ആ ജിറാഫും കൂടി കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരുവിധം എല്ലാ കാഴ്ചകളും കഴിഞ്ഞ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഡാൻസ് ഗ്രൂപ്പിലാക്കേണ്ടിയിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറേ റെസ്റ്റ് ഒക്കെ എടുത്തു. പിന്നെ അല്ലു ഉറങ്ങിയിരുന്നു കേട്ടോ, അതാണ് അവനെ കാണാത്തത്. പിന്നെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചു. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.